ഞാറമ്പൂട് കൊലപാതക കേസിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്താവുകയാണ്. പ്രതി അഫാന്റെ പട്ടികയിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നത്രേ. 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന ബന്ധുവിനെയും മകളെയും കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തൽ. ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് അഫാനെ എത്തിച്ചത് ഈ കടം തന്നെയാണോ? മൊഴിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? അനു, അഫാനും അഫാന്റെ വാപ്പയും ഉമ്മയും നൽകുന്ന മൊഴികളിലൊന്നും പൊരുത്തക്കേടുകളാണ് എപ്പോഴും കാണുന്നത്. അഫാന്റെ ഉമ്മ അഫാനെ സംരക്ഷിച്ചുകൊണ്ട് ഇതുവരെയായിട്ടും അഫാൻ തന്നെ ആക്രമിച്ചുവെന്ന് ഉമ്മ മൊഴി നൽകിയിട്ടില്ല. അതേസമയം തന്നെ വാപ്പ പറയുന്നുണ്ട് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തനിക്കറിയില്ല. തന്റെ സാമ്പത്തിക ബാധ്യതകൾ എന്ന് പറയുന്നത് ഒരു 15 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ ബാങ്ക് ലോൺ, ഇത് മാത്രമായിരുന്നു തന്റെ സാമ്പത്തിക ബാധ്യതകൾ. ഈ അഫാനും അഫാന്റെ ഉമ്മയ്ക്കും മറ്റു ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല എന്നാണ് 3 പേരും 3 തലങ്ങളിൽ നിന്ന് മൊഴി നൽകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫാന്റെ പുതിയ മൊഴി പുറത്തു വരുന്നു. അഫാൻ ബന്ധുവായിട്ടുള്ള ഒരു ബന്ധുവിനെയും മകളെയും കൊല്ലാനായിട്ട് പദ്ധതിയിട്ടിരുന്നു. 5 ലക്ഷം രൂപ കടം തീർക്കാനായിട്ട് അഫാൻ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിരുന്നില്ല. ഈ ബന്ധുവിന്റെ മകളും ഈ വിവരം കൊല്ലപ്പെട്ട അബ്ദുൽ ലത്തീഫിനോട് അറിയിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കൂടുതൽ പേര് അഫാൻ പണം ആവശ്യപ്പെട്ട കൂടുതൽ ബന്ധുക്കൾ അഫാന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഒരുപക്ഷെ പുറത്തു വരുന്നത്. അഫാന്റെ ഈ കൊലപാതകം, അഫാൻ നടത്തിയ കൊലപാതകങ്ങളിലെ ദുരൂഹത പുറത്തു വരാത്തതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ അഫാന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അഫാന്റെ മാനസിക നില പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അഫാൻ റിമാൻഡിൽ കഴിയുകയാണ്. അഫാന്റെ മാനസിക നിലയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അഫാനെ ഉടൻ തന്നെ തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും.